നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് നസ്രയനായ യേശു. ലോകത്തിൽ ജീവിച്ചിരുന്ന ഏത് മഹാന്മാരുടെയും കല്ലറകളിൽ ചെന്നാൽ അവിടെ അവരുടെ അസ്ഥികളോ അവശിഷ്ടങ്ങളോ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു കല്ലറ മാത്രം ശൂന്യമായി കിടക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ ശൂന്യമായ കല്ലറയാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15:14 പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു യേശുവിന്റെ പുനരുദ്ധാനമാണ്. എന്നാൽ ഇന്നു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിന്റെ ഈ ശൂന്യ കല്ലറ വെറും ഒരു ക്രിസ്തീയ ഭാവനയോ കഥയോ മാത്രമാണോ, അതോ അതിന് കൃത്യമായ ബൈബിൾ പരവും ചരിത്രപരവും പുരാവസ്തുപരവുമായ തെളിവുകളുണ്ടോ? ഇന്ന് ഈ മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യേശുവിന്റെ ശൂന്യ കല്ലറയുടെ സമ്പൂർണ്ണ ചരിത്രമാണ്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ സംസ്കാര രീതികൾ, റോമൻ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ, ബൈബിളിലെ 4 സുവിശേഷങ്ങളുടെ താരതമ്യം, അത്യാധുനിക പുരാവസ്തു തെളിവുകൾ എന്നിവയിലൂടെ നമ്മൾ കടന്നു പോകും. ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ വിശ്വാസത്തിന് ആഴമേകാൻ ഇത് തീർച്ചയായും സഹായിക്കും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുമാത്രമല്ല, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ 95% ആൾക്കാരും വീഡിയോ ഫോളോ ചെയ്യുന്നില്ല. ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. ചരിത്രപരമായ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ എങ്ങനെയാണ് മരിച്ചവരെ അടക്കിയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടൂ. 1. പാറയിൽ വെട്ടിയ കല്ലറകൾ. അന്നത്തെ കാലത്ത് സാധാരണക്കാരെ മണ്ണിലാണ് കുഴിച്ചിട്ടിരുന്നത്. എന്നാൽ സമ്പന്നരും പ്രഭുക്കന്മാരുമായ ആളുകൾ വലിയ പാറകൾ തുറന്ന് വലിയ കുടുംബ കല്ലറകൾ നിർമ്മിച്ചിരുന്നു. സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, അരിമഥ്യനായ ജോസഫ് എന്ന ധനികനായ ആലോചനാ സംഘം തന്റെ സ്വന്തം പുതിയ കല്ലറയിലാണ് യേശുവിനെ അടക്കിയതെന്ന്. 2 ഘട്ടങ്ങളുള്ള സംസ്കാരം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർക്ക് 2 തരം അടക്കൽ രീതി ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് തൈലങ്ങളും സുഗന്ധവർഗ്ഗങ്ങളും പൂശി കല്ലറയിലെ ഒരു പാറ ബെഞ്ചിൽ കിടത്തും. 1 വർഷത്തിന് ശേഷം ശരീരം ദ്രവിച്ച് അസ്ഥികൾ മാത്രമാകുമ്പോൾ ആ അസ്ഥികൾ ശേഖരിച്ച് ഓസുവറി എന്ന് വിളിക്കുന്ന ചെറിയ കൽപ്പെട്ടിയിൽ സൂക്ഷിക്കും. യേശുവിനെ വെച്ചത് ആ ആദ്യഘട്ടത്തിലെ പാറ ബെഞ്ചിലായിരുന്നു. 3. ഉരുണ്ട കല്ലും റോമൻ മുദ്രയും. കല്ലറയുടെ വാതിൽ അടയ്ക്കുന്നത് വലിയൊരു ഉരുണ്ട കല്ല് ഉപയോഗിച്ചാണ്. ഇത് തനിയെ ഉരുട്ടാൻ ഏകദേശം 3 മുതൽ 5 വരെ ആളുകളുടെ ശക്തി വേണമായിരുന്നു. കൂടാതെ മത്തായി 27:62-66 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ യഹൂദ പ്രമാണിമാർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കാവൽക്കാരെ ആവശ്യപ്പെട്ടു. റോമാക്കാർ കല്ലറയുടെ വാതിലിലെ കല്ലിലും പാറയ്ക്കുമിടയിൽ ഒരു കയറോ ചങ്ങലയോ വെച്ച് അതിന്റെ മുകളിൽ രാജ്ഞിയുടെയോ ഗവർണറുടെയോ മുദ്ര പതിച്ച ലേപനം വെച്ചു. റോമർ മുദ്ര പൊട്ടിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള കലാപമായി കണക്കാക്കിയിരുന്നു. അതിനുള്ള ശിക്ഷ വധശിക്ഷയായിരുന്നു. ഇത്രയും കടുപ്പമേറിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആ കല്ലറയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സുവിശേഷങ്ങളിലേക്ക് വരാം. 4 സുവിശേഷങ്ങളും യേശുവിന്റെ ശൂന്യ കല്ലറയെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ചിലർ ചോദിക്കുന്നത് 4 സുവിശേഷങ്ങളിലും ചെറിയ ചില വ്യത്യാസങ്ങൾ ഇല്ലേ എന്ന്. ഒരു ചരിത്രകാരൻ പറയുന്നത് കേൾക്കുക. ഒരു അപകടം നടക്കുമ്പോൾ 4 വ്യത്യസ്ത കോണുകളിൽ നിന്ന് കണ്ട സാക്ഷികൾ സംസാരിക്കുമ്പോൾ ചെറിയ വിവരങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. എന്നാൽ അപകടം നടന്നു എന്ന പ്രധാന സത്യം ഒന്നായിരിക്കും. 4 സുവിശേഷങ്ങളും ശൂന്യ കല്ലറ എന്ന പ്രധാന സംഭവത്തെ ശരിവെക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട 3 പ്രധാനപ്പെട്ട ആന്തരിക തെളിവുകളുണ്ട്. 1. സ്ത്രീകളുടെ സാക്ഷ്യം. ഇതാണ് ഏറ്റവും ശക്തമായ തെളിവ്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ നിയമപ്രകാരം സ്ത്രീകളുടെ സാക്ഷ്യത്തിന് യാതൊരു നിയമസാധ്യതയും ഉണ്ടായിരുന്നില്ല. കോടതികളിൽ അവരുടെ സാക്ഷി പറച്ചിൽ സ്വീകരിച്ചിരുന്നില്ല. ചിന്തിച്ചു നോക്കുക, അപ്പോസ്തലന്മാർ ഒരു കള്ളക്കഥ ചമയ്ക്കുകയായിരുന്നെങ്കിൽ പത്രോസോ യോഹന്നാനോ ആണ് ആദ്യം കല്ലറ കണ്ടത് എന്ന് എഴുതി വെച്ചേനെ. എന്നാൽ 4 സുവിശേഷകന്മാരും എഴുതിയത് മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് കല്ലറ ആദ്യം ശൂന്യമായി കണ്ടതെന്നാണ്. സുവിശേഷങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ ചരിത്രം ഉള്ളതുപോലെ എഴുതി വെച്ചു എന്നതിന്റെ തെളിവാണിത്. 2. ശത്രുക്കളുടെ ആരോപണം. മത്തായി 28:11-15 നമ്മൾ വായിക്കുന്നു, കാവൽക്കാർ നഗരത്തിൽ ചെന്ന് പുരോഹിതന്മാരോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അപ്പോൾ യഹൂദ പ്രമാണിമാർ പടയാളികൾക്ക് വലിയ തുക പണം കൊടുത്തു പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറവിൻ. ഈ ആരോപണം ശ്രദ്ധിക്കുക. യഹൂദന്മാർ ഒരിക്കലും കല്ലറയിൽ ശരീരം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞില്ല. മറിച്ച് ശരീരം കാണാനില്ല, അത് മോഷ്ടിക്കപ്പെട്ടു എന്നാണ് അവർ വാദിച്ചത്.
അതായത് യേശുവിന്റെ ശത്രുക്കൾ പോലും ആ കല്ലറ ശൂന്യമായിരുന്നു എന്ന് പരസ്യമായി സമ്മതിക്കുകയായിരുന്നു. 3 ശിഷ്യന്മാരുടെ പെട്ടെന്നുള്ള മാറ്റം. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഭയന്നോടിയ, വാതിലുകൾ അടച്ചുപൂട്ടി ഒളിച്ചോടിയ അപ്പോസ്തലന്മാർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതേ ജെറുസലേം തെരുവുകളിൽ ഇറങ്ങി ഉറക്കെ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച യേശു ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറ ശൂന്യമായിരുന്നില്ലെങ്കിൽ യഹൂദന്മാർക്ക് യേശുവിന്റെ ശരീരം എടുത്തു കാണിച്ച് അപ്പോസ്തലന്മാരുടെ വായടപ്പിക്കാമായിരുന്നു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. ഇനി ബൈബിളിന് പുറത്തുള്ള പുരാവസ്തു തെളിവുകളും ചരിത്രരേഖകളും നമ്മൾ പരിശോധിക്കണം. 1 നസ്രേത്ത് ഡിഗ്രിത്ത്. 1878 നസ്രേത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കൽഫലകമാണിത്. 1-ാം നൂറ്റാണ്ടിൽ, അതായത് ക്രിസ്തുവിന് തൊട്ടു പിന്നാലെ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് ഇറക്കിയ ഒരു രാജകീയ ഉത്തരവാണിത്. ഇതിൽ പറയുന്നത് കല്ലറകളിൽ നിന്ന് മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നവർക്കോ കല്ലുകൾ മാറ്റുന്നവർക്കോ വധശിക്ഷ നൽകപ്പെടും. ചരിത്രകാരന്മാർ ചോദിക്കുന്നത് ഇതാണ്: എന്തുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ പെട്ടെന്ന് റോമൻ ചക്രവർത്തി കല്ലറ മോഷ്ടാക്കൾക്കെതിരെ ഇത്രയും കർശനമായ വധശിക്ഷ വിളംബരം ചെയ്തത്? ഇസ്രയേലിൽ യേശുവിന്റെ ശൂന്യ കല്ലറയെ ചൊല്ലി ഉണ്ടായ വലിയ കോലാഹലങ്ങളും പ്രചരണങ്ങളുമാണ് റോമാക്കാരെ കൊണ്ട് ഈ നിയമം ഉണ്ടാക്കിച്ചത് എന്ന് വ്യക്തമാണ്. 2 വിശുദ്ധ ഹെലേന രാജ്ഞിയും ചർച്ച് ഓഫ് ദി ഹോളി സെപ്പൽക്കറും. AD 135 റോമൻ ചക്രവർത്തിയായ ഹാൻഡ്രിയൻ ക്രിസ്ത്യാനികൾ യേശുവിന്റെ അടക്കസ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത് തടയാൻ ആ കല്ലറ മൂടി. അതിനു മുകളിൽ വീനസ് ദേവതയുടെ ഒരു ക്ഷേത്രം പണിതു. എന്നാൽ AD 326 കോൺസ്റ്റന്റർ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി ജെറുസലേമിൽ എത്തിയപ്പോൾ ഈ വിജാതീയ ക്ഷേത്രം മൂലം യഥാർത്ഥ കല്ലറ ഏതാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. ഹാൻഡ്രിയന്റെ ക്ഷേത്രം പൊളിച്ചു മാറ്റിയപ്പോൾ അതിനടിയിൽ നിന്നും ആ പാറയിൽ വെട്ടിയ കല്ലറ കണ്ടെത്തി. അവിടെയാണ് ഇന്ന് കാണുന്ന ചർച്ച് ഓഫ് ദി ഹോളി സെപ്പൽക്കർ നിലനിൽക്കുന്നത്. 3 2016 നാഷണൽ ജിയോഗ്രാഫിക് പരിശോധന. 2016 ഒക്ടോബറിൽ നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും അടങ്ങുന്ന ഒരു സംഘം ചരിത്രത്തിൽ ആദ്യമായി ഈ കല്ലറയ്ക്ക് മുകളിലെ മാർബിൾ ഫലകം മാറ്റി ആന്തരിക ഭാഗം പരിശോധിച്ചു. അവിടെ കണ്ടത് 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ശൈലിയിലുള്ള കോൺസ്റ്റന്റൻ ബെഞ്ചാണ്. AD 300കളിലെ കോൺസ്റ്റന്റിന്റെ കാലത്ത് ചുണ്ണാമ്പ് കല്ല് മിശ്രിതം തന്നെയാണ് അവിടെയുള്ളതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. ബൈബിൾ പറയുന്ന അതേ കല്ലറ തന്നെയാണ് അതെന്ന് ശാസ്ത്രവും സ്ഥിരീകരിച്ചു. ചരിത്രത്തിൽ പലരും ശൂന്യ കല്ലറയെ നിഷേധിച്ച് ചില സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ യുക്തിഹീനമായ വാദങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. 1 ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചു എന്ന വാദം. റോമൻ പടയാളികളുടെ കടുപ്പമേറിയ കാവൽ മറികടന്ന് ഭയന്നോടിയ അപ്പോസ്തലന്മാർ ശരീരം മോഷ്ടിച്ചു എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. അതിനേക്കാൾ ഉപരി തങ്ങൾ മോഷ്ടിച്ച ഒരു നുണയ്ക്കു വേണ്ടി 11 അപ്പോസ്തലന്മാരിൽ 10 പേരും ക്രൂരമായ രക്തസാക്ഷിത്വം വരിക്കുമോ? ഒരു മനുഷ്യനും താൻ ഉണ്ടാക്കിയ നുണയ്ക്ക് വേണ്ടി ജീവൻ നൽകില്ല. അവർ കണ്ട കാഴ്ച സത്യമായിരുന്നത് കൊണ്ടാണ് അവർ ജീവൻ നൽകിയത്. 2 മയക്കം സിദ്ധാന്തം. യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല, ബോധം കെട്ടതായിരുന്നു, കല്ലറയിലെ തണുപ്പടിച്ചിട്ട് ഉണർന്നു പുറത്തു വന്നു എന്ന വാദം. റോമൻ ക്രൂശീകരണം എന്നാൽ മരണ ഗ്യാരണ്ടിയുള്ള ഒന്നാണ്. ചാട്ടവാറടിയും രക്തസ്രാവവും വിലാപ്പുറത്ത് കുന്തം കൊണ്ടുള്ള കുത്തും ഏറ്റ ഒരു വ്യക്തി വലിയ കല്ലറ തനിയെ തള്ളിമാറ്റി റോമൻ പടയാളികളെ ജയിച്ചു രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശാസ്ത്രീയമായ തമാശ മാത്രമാണ്. 3 തെറ്റായ കല്ലറ സിദ്ധാന്തം. സ്ത്രീകൾ മാറിപ്പോയി വേറൊരു ശൂന്യമായ കല്ലറയിൽ ചെന്നു എന്ന വാദം. അങ്ങനെയാണെങ്കിൽ യഹൂദ പ്രമാണിമാർക്കോ റോമാക്കാർക്കോ യഥാർത്ഥ കല്ലറയിൽ നിന്ന് യേശുവിന്റെ ശരീരം പുറത്തെടുത്ത് കാണിക്കാമായിരുന്നു. അവർക്കതിന് കഴിഞ്ഞില്ല. കാരണം ആ നഗരത്തിലെ കല്ലറ ശൂന്യമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ചരിത്ര സത്യങ്ങളെല്ലാം നമ്മോട് എന്താണ് പറയുന്നത്? യേശുവിന്റെ ശൂന്യമായ കല്ലറ ഒരു മിഥ്യയല്ല, അത് ചരിത്രമാണ്. അത് ദൈവത്തിന്റെ അമാനുഷിക ശക്തിയുടെ തെളിവാണ്. മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാർക്ക് മുന്നിൽ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് തകർച്ചയുടെയും കല്ലറയ്ക്കുമേൽ ദൈവത്തിന് വിജയം തരുന്ന ദൈവികമായി മാറാൻ കഴിയും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. ശൂന്യമായ ആ കല്ലറ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: നമ്മൾ ആരാധിക്കുന്നത് കല്ലറയിൽ ഒതുങ്ങിപ്പോയ ഒരു പ്രവാചകനെയല്ല, മരണത്തെയും പാപത്തെയും ജയിച്ച് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഈ ചരിത്ര സത്യം നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പുള്ളതാക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവവചനവും ചരിത്രവും കോർത്തിണക്കിയ ഇതുപോലുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.